ശരി, കുഴപ്പമില്ല. കരയാതെ വാങ്ങിക്കും. ശരി ശരി, ഇത് വാങ്ങിച്ചു. സന്തോഷത്തോടെ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പിരാരി പള്ളിക്കുളത്ത് അവിടെ ഒരു പ്രായമായ അമ്മ അനാഥയാണ്. ഭർത്താവ് മരണപ്പെട്ട് കുട്ടികളില്ല. അപ്പോൾ രാവിലെ ഇന്നലെ സൂപ്പർസ്റ്റാർ രജനീകാന്തിൻ്റെ അദ്ദേഹത്തിൻ്റെ 74ാം ജന്മദിനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ വീടുകളിൽ കിറ്റ് കൊടുക്കുന്നതിനൊപ്പം നോർത്ത് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസിൻ്റെ ഹെൽപ്പോടുകൂടി രജനീകാന്ത് ഫാൻസ് അസോസിയേഷന് ശ്രീ വിഷ്ണു അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയുടെയും നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഒരു ഡൊണേഷൻ പോലെ ഫ്രീ ഓഫ് കോസ്റ്റ് വോളണ്ടറി ആയിട്ട് വിവിധ വീടുകളിലും ഈ വീട്ടിലും കിറ്റ് കൊടുക്കുമ്പോൾ സാഹചര്യവശാല കണ്ടതാണ് ഈ അമ്മ കിടക്കുന്നത് കട്ടിലില്ലാതെ ഒരു ഷെഡിൽ, ഒരു പുറമ്പോക്ക് ഭൂമിയിൽ ഒരു ഷെഡ്, അത്രത്തോളം ബന്ധവുമില്ലാത്ത, അത്രത്തോളം വൃത്തി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ കിടക്കുകയാണ്. നാട്ടുകാരും മറ്റ് ആശാ വർക്കേഴ്സും മറ്റുള്ള നാട്ടുകാരായിട്ടുള്ള കുറച്ച് സുമനസ്സുകളും സഹായിച്ചിട്ടാണ് അവർ ദൈനംദിന ഭക്ഷണ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ സിറ്റുവേഷൻ കണ്ടപ്പോൾ അവർക്ക് ബെഡ് ആവശ്യമാണ്. പലവിധ ആവശ്യങ്ങളിൽ ബെഡും കിടക്കയും തലേണയും ഒരാവശ്യമാണെന്ന് തോന്നിയിട്ട് അവർ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവിന് അഭിപ്രായം പറയുകയും പരസ്പരം ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അവരത് എഫക്റ്റ് വരുത്തി, അത് മെറ്റീരിയലൈസ് ചെയ്ത് പെട്ടെന്ന് നോർത്ത് പോലീസിലെ ജനമൈത്രി എൻ്റെ കൊളീഗാണ് സുധീർ, അദ്ദേഹത്തെ ജനമൈത്രി ബീറ്റ് ഓഫീസറാണ്. ഒപ്പം എൻ്റെ സഹപ്രവർത്തകൻ കാർത്തിയുണ്ട്, പ്രദീപുണ്ട് തൊട്ടപ്പുറത്ത്, ഹോംഗാർഡ് പ്രദീപ്, എൻ്റെ പേര് ജയമോഹൻ. അപ്പോൾ അദ്ദേഹം സുധീറിനടുത്ത് വിവരം പറഞ്ഞു, ഞങ്ങൾ ഒരു വില്ലിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പട്രോൾ ഡ്യൂട്ടി കിടക്കി തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം കൂടി വന്ന് ഞങ്ങൾ നാട്ടുകാരുടെയും ആശാവർക്കർ ലളിത മാഡത്തിൻ്റെയും മറ്റുള്ള നാട്ടുകാരുടെയൊക്കെ പ്രസൻസിൽ സാന്നിധ്യത്തിൽ ഇതുകൊണ്ട് കൊടുത്തു. ഇപ്പം ഒരു മെറ്റൽ കട്ടിൽ, അതിലൊരു കിടക്ക, ഒരു ബെഡ്ഷീറ്റ്, ഒരു പുതപ്പ്, ഒരു തലയാണ്, ഒരു കുറച്ച് വൃത്തിയുള്ള സാഹചര്യത്തിൽ. ഇപ്പം വിഷ്ണു പറഞ്ഞത് അത്യാവശ്യമുള്ള നൈറ്റി അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അതും കൂടി 1-2 മേടിച്ചു കൊടുക്കാമെന്നൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. അപ്പം സഹകരിച്ച എല്ലാവർക്കും ശ്രീ രജനീകാന്ത് ഫാൻസ് അസോസിയേഷനും ഒപ്പം നോർത്ത് ജനമൈത്രി പോലീസ് എൻ്റെ സഹപ്രവർത്തകൻ കൂടി വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ നോർത്ത് പോലീസിൻ്റെ ഭാഗമായ ഇതിൽ അതിന് പങ്കാളിയാവാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടും ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു സത്കൃത്യത്തിൽ പങ്കെടുക്കാൻ പറ്റും. എല്ലാവർക്കും വണക്കം. നാട്ടുകാർ, അതുപോലെ നമ്മുടെ രജനീകാന്ത് ഫാൻസ് അസോസിയേഷൻ പാലക്കാട് ടീം, അതുപോലെ നമ്മുടെ ലളിത ചേച്ചി, അതുപോലെ ഈ വാർഡിൻ്റെ ആശാവാണ്. അപ്പോൾ കുറച്ച് കാലങ്ങളായി ഞാൻ ജനമൈത്രി ബീറ്റ് ഓഫീസറായി പാലക്കാട് ടൗൺ സൗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ രജനീകാന്ത് ഫാൻസ് അസോസിയേഷൻ്റെ വിഷ്ണുവും മറ്റുപേരായിട്ട് നല്ല ബന്ധങ്ങളുള്ളതാണ്. അന്ന് മുതൽ ഒരു 3 വർഷത്തോളമായി ഇതുപോലെയുള്ള പാവപ്പെട്ട വീട്ടുകളിൽ ഇതുപോലെ കിറ്റ് കൊടുക്കലും ഭക്ഷ്യവസ്തു സാധനങ്ങളും അതേപോലെ കോവിഡ് സമയത്ത് ഒരുപാട് പേർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആരും അറിയാതെ തന്നെ അവർ വരും, എവിടെ വെച്ചാൽ കൃത്യമായി അർഹരായവരെ ഞങ്ങൾ കണ്ടെത്തി കൊടുക്കും, കൃത്യമായി അവിടെ ഏൽപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ ടൗൺ നോർത്തിലേക്ക് വന്നതും. വിഷ്ണു വിളിച്ചു, സാറിൻ്റെ മാതിരി രജനീകാന്ത് സാറിൻ്റെ ബർത്ത്ഡേ ആണ്, 24ാം ബർത്ത്ഡേ ബന്ധപ്പെട്ടിട്ട് കുറച്ച് കിറ്റ് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം 100ഓളം കിറ്റ് പുറത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ രാജി പഞ്ചായത്ത് എത്ര വേണമെന്നാണ് പറഞ്ഞത്, എത്ര വേണമെങ്കിലും സാർ ഞാൻ എത്തിച്ച് തന്നോളാം. അതുപ്രകാരം കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു. ഇവിടെയുള്ള ഒരു 3-4 വാർഡിൽ കൊണ്ട് കൊടുത്തു ആശാ വർക്കേഴ്സിൻ്റെ സഹായത്തോടെ. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഈ ഓമന ചേച്ചിയുടെ ഈ ദുരവസ്ഥ കണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ഒരു പുറമ്പോക്ക് സ്ഥലത്ത് വീട് വെച്ചിരിക്കുകയായിരുന്നു. അതേപോലെ അതിൻ്റെ ഉള്ളിൽ വേലിയോ മറ്റേ മതിലോ മറ്റൊന്നുമില്ല, തകർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ നിലത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിലത്ത് കിടക്കുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ വിഷ്ണു പറഞ്ഞു, സാർ അവർക്ക് ഒരു ബെഡോ കട്ടിലോ എന്താ വെച്ച് സഹായം ചെയ്യാം, ഞങ്ങൾ ഇന്നും നാളെയായിട്ട് പറഞ്ഞിട്ട് സാറോട് പറഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങളിതെല്ലാം കൊടുത്ത് വീട്ടിൽ ഇവിടെ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊടുത്ത് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ വിഷ്ണു വിളിച്ചു, സാറേ ബെഡ് ശരിയായിട്ടുണ്ട്, അതുപോലെ ഒരു കട്ടിലും അവർക്ക് വേണ്ട പാത്രങ്ങളോ അതുപോലെ അവർക്ക് ഒന്ന് ആ ഒളിഞ്ഞെടുക്കുന്ന മതിലൊന്ന് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അത് അപ്പം തന്നെ 4:30 നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ അറിയിച്ചു. സാധനം കൈയോടെ വാങ്ങി ഇവിടെ കൊണ്ട് വയ്ക്കാൻ ഉള്ള ആ ഒരു ഇത് കാണിച്ചു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ഇരുമ്പ് കട്ടിലും അതുപോലെ അതിന് മേലെയുള്ള ഒരു ചെറിയൊരു മെത്ത, പുതപ്പ്, അതുപോലെ തലയണ, പിന്നെ ഒരു ബാക്കി എൻ്റെ നൈറ്റിയും കൂടി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഒപ്പം അവിടെ കറണ്ടിൻ്റെ ചാർജ് ഡിസ്കണക്റ്റ് ആയിരിക്കണം, അതും കൂടെ നേരാക്കാനുള്ള കാര്യങ്ങൾ
മെമ്പറുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യാം. അതുപോലെ ഇവിടുത്തെ ഈ വൃത്തിഹീനമായ സാഹചര്യങ്ങളൊന്നും വൃത്തിയാക്കി മാറ്റാൻ ഉള്ള കാര്യങ്ങൾ ആശാ വർക്കേഴ്സിനടുത്തും പറഞ്ഞ് നമ്മൾ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഒരു പുറത്തൊരാളെ വിട്ടിട്ടോ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. ഇനിയുള്ള പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് മാതൃകാപരമാണ്. ഇനിയും ഈ ഒരു രജനീകാന്ത് സാറിൻ്റെ പേരിലാണെങ്കിലും ബാക്കി എന്തിൻ്റെ പേരിലാണെങ്കിലും അർഹരായ പാവങ്ങളെ നമ്മുടെ ഒപ്പം കൂടെ നിർത്തി തോളോട് ചേർന്ന് അവർക്കും ഒരു ജീവികളാണ്, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ അർഹതപ്പെടുത്താൻ എത്തിച്ചു കൊടുക്കാനുള്ള നല്ല മനസ്സ് കാണിച്ച എല്ലാ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ കൂടെ നിന്ന ആശാ വർക്കറും നാട്ടുകാർ അതുപോലെ എല്ലാവർക്കും ഇതിൽ ഉദ്യമത്തിൽ ചേർന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. സന്തോഷായില്ലേ? ടോർത്ത് നൈറ്റി എല്ലാം ഉണ്ട് കേട്ടമ്മ. ഞാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങൾ കയറിയ മുതൽ ഫസ്റ്റ് വന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനവും മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കാര്യമാണ്. കൂടാതെ തന്നെ ഈ ഒരു കിറ്റ് ഇന്നത്തെ ഈ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും ഒരു സഹായം കൊടുക്കുക എന്നുള്ളൊരു മനസ്സിനത് വളരെ അതിൻ്റെ എല്ലാം ഭാഗം നിങ്ങളുടെ അസോസിയേഷനും അതേപോലത്തെ നമ്മുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ ഏവരുടെയും പ്രിയ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തിന് ഈ ഒരു പ്രായത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പോഴും സിനിമകളിലൂടെ ചെറിയൊരു ആളെ പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജറ്റിക്കും ഊർജ്ജവും എന്നും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. അതിനുള്ള ആരോഗ്യ സൗഖ്യം അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു രജനീകാന്ത്. നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തലവരുടെ ബർത്ത്ഡേ പ്രമാണിച്ച് 74ാമത്തെ ബർത്ത്ഡേ പ്രമാണിച്ച് 74 കുടുംബങ്ങളുടെ മുകളിൽ ഈ ഇങ്ങനത്തെ ഒരു എസെൻഷ്യൽ കിറ്റ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ഒരു ഉദ്ദേശം. അതിൻ്റെ ഇതായിട്ട് ഫസ്റ്റായിട്ട് തുടങ്ങുന്നത് തന്നെ കണ്ണാടിയിലാണ്. അപ്പോൾ സന്തോഷേട്ടൻ്റെ ഒരു ഫുൾ സപ്പോർട്ടോടു കൂടി ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം എന്നാണ്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിൽ വളരെ സന്തോഷം. കാരണം അത് എനിക്ക് വാർഡ് മെമ്പറും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ചടങ്ങ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗൗരവത്തിൽ അതെടുത്ത് അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും വളരെ ഒരു ഇതാണ്. ഇതേപോലെ ഇതുമാത്രമല്ലാതെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് പ്രകാരം അതിൻ്റെ ഉള്ള ലിസ്റ്റുള്ള കുടുംബങ്ങൾക്ക് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇത് ഏകദേശം കുറേ വർഷങ്ങളായിട്ട് 1000-ഓളം കുടുംബങ്ങളും വീട് നിർമ്മിച്ചു കൊടുക്കുക, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളിൽ AKSRF എന്നുള്ള സംഘടനയുടെ പേരിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ തലവരെ അറിയുകയും തലവരുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും വിഷും കുറേ പേര് അറിയിച്ചിട്ടുമുണ്ട്. ഈ മാസം മൊത്തം ഇതുപോലുള്ള ചാരിറ്റി വർക്കുകൾ ചെയ്യും. ഇന്ന് ഇവിടെ 32 കുടുംബങ്ങൾക്ക് കണ്ണാടി പഞ്ചായത്തിൽ ഇത് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലക്കാട് ടൗണിലും ഇത് തുടർന്ന് ചെയ്യുകയാണ്. അപ്പോൾ പൂർണ്ണ സപ്പോർട്ടും വേണം. പിന്നെ ഇതെല്ലാം ചെയ്ത എല്ലാ AKSRF കേരള ഘടകത്തിനും പാലക്കാട് ഡിസ്ട്രിക്റ്റിനും ഇതിന് അഭിനന്ദനം. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനും താങ്ക്സ്, കാരണം ഇത് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നമസ്കാരം. ആൾ ഇന്ത്യ രജനീകാന്ത് ഫാൻസ് അസോസിയേഷൻ്റെ വയ്ക്ക് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പിറന്നാൾ ആഘോഷമാണ് 12/12/24. ഇതിൽ നമ്മുടെ മാതൃസദനത്തിലെ നിങ്ങളെ രജനി ഫാൻസിൻ്റെ ജില്ലാ ഭാരവാഹികളും സംസ്ഥാനങ്ങളും മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്നതിൽ വളരെ അധികമായ സന്തോഷമുണ്ട്. അതുപോലെ തലൈവരുടെ സിനിമ പാലക്കാട് വരുമ്പോൾ എൻട്രി ഇടുമ്പോൾ നമ്മളെ പ്രത്യേകം ട്രീറ്റ് ചെയ്തതിൻ്റെ എനിക്ക് സന്തോഷിന് വിഷ്ണുവിൻ്റെ പേരൊരു മകളൊരു പേരറിയില്ല. അവർ എല്ലാ സുഹൃത്തുക്കളും നമ്മളെ വളരെ രീതിയിലൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും രജനീകാന്തിനെ വീണ്ടും പിറന്നാൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും രജനി ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാർക്കും മാതൃജ്യോതി ബാലസേനത്തിന് പേരിലും നമ്മുടെ കുട്ടികളുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. രജനി സൂപ്പർ സ്റ്റാർ വാഴുക.